നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് വിചാരണ കോടതി. പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ്. രാഷ്ട്രീയ കൊലപാതകമെന്ന നിലയിൽ മാത്രം കാണാവുന്നതല്ല പ്രതികളുടെ നിഷ്ഠൂരമായ കൃത്യമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കൊല്ലപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രതികൾ നടത്തിയ ഗൂഢാലോചന ഏറെ ആഴമുള്ളതാണ്. നിരായുധനായ ഒരാളെ 12 പേർ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിധിയെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം സ്വാഗതം ചെയ്തു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി കണ്ടെത്തിയ കുറ്റത്തിന് അത്യപൂർവമായ ശിക്ഷാവിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം, കഠിന തടവ്, പിഴ എന്നിവയും വിധിച്ചു. 15 പ്രതികൾക്കും വിവിധ വകുപ്പുകളിലായി പിഴ ശിക്ഷയും കോടതി വിധിച്ചു. പിഴയിൽ 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ കുടുംബത്തിന് നൽകണം. ഓരോ പ്രതികൾക്കും 8ലധികം വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തമടക്കമുള്ള തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ, അമ്മ വിനോദിനി, മക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിധി പ്രസ്താവം. അന്വേഷണം പഴുതടച്ചതായിരുന്നുവെന്നും വിധിയിൽ സന്തുഷ്ടയാണെന്നും രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണെന്നതടക്കമുള്ള പ്രതിഭാഗം വാദങ്ങളെല്ലാം കോടതി നിരാകരിച്ചു. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 12 പേരും മുഖ്യ ആസൂത്രകരായ 3 പേരുമാണ് വിചാരണ നേരിട്ടവർ. ആകെയുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളിൽ 12 പേരാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. എന്നാൽ 15 പേർക്കും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. 15 പ്രതികളിൽ 10ാം പ്രതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2021 ഡിസംബർ 19-നാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 24 ആലപ്പുഴ. രാജ്യത്ത് ഒരാളെ വധിച്ചതിന് ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ ലഭിക്കുന്ന കേസാണ് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ്. കൂടുതൽ പേർ ശിക്ഷിക്കപ്പെട്ട മറ്റു കേസുകളെല്ലാം കൂട്ടമരണത്തിന് കാരണമായ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ആയിരുന്നു. രാജ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഒന്നിച്ച് വധശിക്ഷ കിട്ടിയത് 2008-ലെ അഹമ്മദാബാദ് സ്ഫോടന കേസിലാണ്. 3 മലയാളികൾ ഉൾപ്പെടെ 38 പേർക്കായിരുന്നു വധശിക്ഷ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീ പെരുമ്പത്തൂർ കേസിൽ 26 പേർക്കാണ് ഒറ്റ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ടത്. രാജീവ് ഗാന്ധിക്ക് പുറമെ 14 പേർ കൂടി കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്കേറ്റു. ബീഹാറിൽ 1997-ൽ 58 ദളിതരെ വധിച്ച കേസിൽ 16 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. ഉയർന്ന ജാതിക്കാർ നടത്തിയ ആക്രമണമായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണം. 257 പേർ കൊല്ലപ്പെട്ട മുംബൈ സ്ഫോടന കേസിൽ പോലും 12 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ച കേസിൽ 15 പ്രതികൾക്ക് വിധിച്ച ശിക്ഷ അതുകൊണ്ട് തന്നെ നീതിന്യായ ചരിത്രത്തിൽ പുതിയ അധ്യായമാവുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത് നിയമസഭ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പരസ്പരം കൊമ്പുകോർത്ത് സർക്കാരും പ്രതിപക്ഷവും. നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. ചർച്ചയ്ക്ക് ശേഷം അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സംസ്ഥാനത്തിന് ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് റോജി M. ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയതിന് പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചയാകാമെന്ന് സമ്മതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെങ്കിലും സംസ്ഥാനമാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന്
അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ. 5 വർഷത്തേക്ക് ധനകാര്യ കമ്മീഷൻ അലോക്കേറ്റ് ചെയ്യുന്ന തുക ആദ്യത്തെ 3 വർഷം മേടിച്ചതിന് ശേഷം പറയുകയാണ് 4ാമത്തെ വർഷം നമുക്ക് പൈസ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പാളിച്ചുണ്ട്, വീഴ്ചയുണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. ദിവസീ പൂളിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം, ആ വിഹിതം ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. ഭരണകക്ഷി MLA-മാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ കടന്നാക്രമണം. കേന്ദ്ര അവഗണനയല്ല, സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേന്ദ്ര ധനമന്ത്രിക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന ധനമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് 31,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. പിന്നെ എങ്ങനെയാണ് 57,000 കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നിങ്ങൾ വാറ്റിൽ നിന്നും GST-യിലേക്ക് മാറിയപ്പോൾ വി ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years നിങ്ങൾ GST-യുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ നിങ്ങൾ മാറ്റണം. നിങ്ങൾ മാറ്റിയോ? ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മനസ്സിലായിക്കോ? സംസ്ഥാനം തനത് വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. കിട്ടേണ്ട പണം വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നു പോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിന്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം പിൻവലിച്ച CPM MLA H. സലാമിന്റെ നടപടി വിവാദത്തിൽ സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ച ചോദ്യമാണ് MLAക്ക് തന്നെ കുരുക്കായത്. നന്ദിപ്രമേയ ചർച്ചയുടെ 2ാം ദിനമായ ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം നിയമസഭയിൽ ഉയർന്നു. സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ചായിരുന്നു H. സലാമിന്റെ ചോദ്യം. ഭരണകക്ഷി MLA ചോദ്യം പിൻവലിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആക്ഷേപം. അതേസമയം വയനാട് കടുവാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. അക്രമകാരികളായ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 2 പേർക്കും പൂർണ്ണമായ നഷ്ടപരിഹാരം നടത്തിയിട്ടുണ്ട്. ഹജ്ജ് വിമാനയാത്രാ കൂലി വർധനവിൽ വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെന്ന് മന്ത്രി V. അബ്ദുറഹ്മാനും വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത്. ന്യായരഹിതവും തീർത്ഥാടകർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്തതുമായ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ, അതോടൊപ്പം തന്നെ ഈ ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. നന്ദിപ്രമേയ ചർച്ചയുടെ 2ാം ദിവസമായ ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സഭയിൽ ഉയർന്നത്. ഗവർണർക്കൊപ്പം നിൽക്കുന്നവർ കേരളത്തിന്റെ ദുരന്തമാണെന്ന മുൻമന്ത്രി AC മൊയ്തീനും ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്ന M. വിൻസെന്റ് MLAയും പറഞ്ഞു. 24 തിരുവനന്തപുരം. ഷൂവെയർ സമരം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത VG-ക്കെതിരായ പോലീസ് കേസിൽ നിയമസഭയിൽ സർക്കാരിനെ വിമർശിച്ച് വണ്ടൂർ MLA AP അനിൽകുമാർ. സമരം റിപ്പോർട്ട് ചെയ്തതിൽ എന്ത് ഗൂഢാലോചനയാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് AP അനിൽകുമാർ പറഞ്ഞു. സർക്കാരിനെ വിമർശിക്കുന്നതിനിടെയായിരുന്നു MLAയുടെ പരാമർശം. നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു. കേരളത്തിൽ നിന്ന് എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തത്? സർ, ഒരു ഷൂ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു പത്രപ്രവർത്തകയ്ക്ക് നേരെ നിങ്ങൾ കേസെടുത്തില്ലേ? ഗൂഢാലോചന. ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ് സഖാക്കളെ? ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ്? എവിടേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നത്? നമുക്കെങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ കഴിയും? എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് നിങ്ങൾ കേസെടുത്തത്? മറ്റ് ചില പ്രധാന ദേശീയ വാർത്തകളിലേക്ക് വാർത്താ മഴ കടക്കുന്നു. ജാർഖണ്ഡിലെ നീക്കങ്ങൾ.
ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ അറസ്റ്റ് ഉറപ്പായതോടെ ഭാര്യയ്ക്ക് മുഖ്യമന്ത്രി പദം കൈമാറാൻ ഹേമന്ത് സോറന്റെ നീക്കം. ഇന്ന് വിളിച്ചു ചേർത്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായതായാണ് സൂചന. ഒളിവിൽ തുടർന്നാൽ ED ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഹേമന്ത് സോറൻ തുടർ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടന്നത്. കാണാനില്ലെന്ന് ED പ്രഖ്യാപിച്ച ഹേമന്ത് സോറൻ റാഞ്ചിയിലെ വസതിയിലാണ് പ്രത്യക്ഷനായത്. തുടർന്നായിരുന്നു MLA-മാരുടെ യോഗം. ഭാര്യ കൽപ്പന സോറനും ഈ യോഗത്തിൽ പങ്കെടുത്തു. തനിക്കെതിരെയുള്ള ED നടപടി സാധ്യതകൾ വിശദീകരിച്ച സോറൻ ഭാര്യ കൽപ്പനയെ നിയമസഭാ കക്ഷി നേതാവായി നിയമിക്കാനുള്ള താൽപര്യവും അറിയിച്ചു. ഘടകകക്ഷികളായി ജാർഖണ്ഡിൽ JMM-നൊപ്പമുള്ളത് കോൺഗ്രസും RJD-യുമാണ്. രണ്ട് പാർട്ടികളുടെയും നേതൃത്വവുമായും ഹേമന്ത് സോറൻ ആശയവിനിമയം നടത്തി. ED-ക്ക് മുന്നിൽ ഹാജരാകുന്നതിന് മുൻപ് ഹേമന്ത് സോറൻ രാജിക്കത്ത് കൈമാറും. പിന്നാലെയാകും കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. നിയമസഭാംഗമല്ലാത്ത കൽപ്പന ഗാണ്ഡേ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. ഇവിടുത്തെ MLA സർഫറാസ് അഹമ്മദ് കഴിഞ്ഞ മാസം രാജിവെച്ചിരുന്നു. जब माननीय मुख्यमंत्री कल ED को बुलाए 31 को, तो किसके आदेश पे ED समय के पहले माननीय मुख्यमंत्री के दिल्ली के सरकारी निवास पे पहुंचते हैं और ये कहा जाता है कुछ एजेंसियों द्वारा 36 लाख रुपए मिले. JMM സർക്കാർ ഇതിനകം ജാർഖണ്ഡിൽ 4 വർഷത്തെ കാലാവധിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വർഷം നവംബറിലാണ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ജോഷിയുമായി ബാങ്ക് അധികൃതർ ചർച്ച നടത്തി. ജോഷിയുടെ പേരിൽ ബാങ്കിലുള്ള നിക്ഷേപത്തിൽ 28 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. ബാക്കി തുക 3 മാസത്തിനുള്ളിൽ നൽകാനും ചർച്ചയിൽ ധാരണയായി. ബാങ്ക് അധികൃതരുടെ ഉറപ്പിന്മേലാണ് ജോഷി സമരം അവസാനിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്ന് വരെയുള്ള പലിശ കണക്കാക്കിയിട്ട് ചെക്ക് തരികയാണ് ചെയ്തത്. ബാക്കി നിക്ഷേപങ്ങൾ കുടുംബാംഗങ്ങളുടെ ബാക്കിയുള്ളതൊക്കെ നാളെ അവർ കൂടിയിട്ട് 3 മാസത്തിനുള്ളിൽ താഴെയുള്ള ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് ചെയ്യാമെന്ന് അഡ്മിനിസ്ട്രേറ്റർ CEO രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രേഖാമൂലം എഴുതി തരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പേരിലുള്ളത് മാത്രം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നാളെ തീരുമാനമാക്കിയിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിപ്പം 28 അല്ലേ, ബാക്കി ഏകദേശം ഒരു 60 ലക്ഷം രൂപ അറൗണ്ട് ഉണ്ടാവും. അതിന് താഴെ പലിശ അടക്കം. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അജീഷ്, എന്താണ് ഈ സമരം ഒത്തുതീർപ്പാക്കാനിടയായ ധാരണ? അക്കാര്യത്തിൽ ബാങ്ക് പ്രതികരിച്ചിട്ടുണ്ടോ? വിജയകുമാർ, ഈ കരുവന്നൂർ ബാങ്ക് സിഇഒയും അഡ്മിനിസ്ട്രേറ്ററുമായി നടത്തിയ 3.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് മാപ്രാണം സ്വദേശിയായ ജോഷിക്ക് താൽക്കാലികമായി നീതി ലഭിച്ചത്. ജോഷിയുടെ പേരിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന പണവും അതിന്റെ പലിശയും അടക്കം 28 ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയിട്ടുള്ളത്. ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുക 3 മാസത്തിനുള്ളിൽ ഒരു ഡേറ്റ് തീരുമാനിച്ച് ബാങ്ക് നൽകും. അത് എന്ന് നൽകണമെന്ന കാര്യം ബാങ്ക് നാളെ അറിയിക്കും. എന്നാൽ ബാങ്ക് ഇത് വാക്കാലാണ് ആദ്യം പറഞ്ഞതെന്നാൽ ഇത് നാളെ തന്നെ രേഖാമൂലം എന്ന് നൽകുമെന്നുള്ള കാര്യം എഴുതി നൽകണമെന്ന് ജോഷി ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന ബാങ്കിന്റെ ഉറപ്പിലാണ് ജോഷി ഇന്ന് നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് കരുവന്നൂർ ബാങ്കിന്റെ മാപ്രാണം ശാഖയിൽ ജോഷി എത്തിയത്. 2 ആഴ്ച മുമ്പ് ദയാവധത്തിന് ജോഷി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അനുമതി തേടി ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൽ ജോഷി പറഞ്ഞിരുന്നത് ജനുവരി 30-നുള്ളിൽ ദയാവധത്തിന് അനുമതി നൽകണമെന്നായിരുന്നു, അല്ലെങ്കിൽ പണം തിരികെ നൽകണം. ഈ സംഭവം വലിയ വിവാദമായതോടുകൂടിയാണ് സഹകരണ മന്ത്രി അടക്കം ഇടപെട്ട് ജോഷിയുടെ പണം ജനുവരി 30-നുള്ളിൽ തന്നെ തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകിയത്. പക്ഷേ ആ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് ജോഷി വൈകിട്ട് മാപ്രാണം ശാഖയിൽ എത്തിയത്. എന്തായാലും ഇന്ന് നടത്തിയ ഈ സമരത്തിനൊടുവിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ജോഷിയുടെ പേരിലുള്ള നിക്ഷേപത്തിന് 28 ലക്ഷം രൂപ നൽകി. ബാക്കി തുക ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ വരും, പലിശയും അടക്കം. അത് നാളെ തീരുമാനിക്കും എന്ന് കൊടുക്കണമെന്നുള്ളത്. 3 മാസത്തിനുള്ളിൽ കൊടുക്കാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. ജോഷിയുടെ പേരിൽ ബാങ്കിലുള്ള നിക്ഷേപത്തിൽ 28 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ ബാങ്ക് നൽകിയത്. ബാക്കി തുക 3 മാസത്തിനുള്ളിൽ നൽകാനും ചർച്ചയിൽ ധാരണയായി. ബാങ്ക് അധികൃതരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജോഷി ഇന്ന് വൈകിട്ട് തുടങ്ങിയ സമരം അവസാനിപ്പിച്ച്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഗവർണർക്ക് കനത്ത കാവൽ. കൊച്ചിയിൽ ഗവർണർക്ക് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന ബാനർ ഉയർത്തി പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ഗവർണറുടെ യാത്ര Z+ കാറ്റഗറി സുരക്ഷയോടെയായിരുന്നു.
വാഹനത്തിനുള്ളിൽ CRPF ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ വാഹനവ്യൂഹത്തിന് മുന്നിലും പിന്നിലുമായി CRPF വാഹനങ്ങളും സുരക്ഷയൊരുക്കി. സുരക്ഷ വർദ്ധിപ്പിച്ച ശേഷമുള്ള ആദ്യ യാത്രയായിരുന്നു ഇന്നത്തേത്. മട്ടാഞ്ചേരിയിലെ കോസ്റ്റ് ഗാർഡ് ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഇന്ന് രാത്രി തങ്ങുക. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. രാജ്ഭവനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണോ ഗവർണർ റോഡിൽ പോയി ഇരുന്നതെന്ന് സീതാറാം യെച്ചൂരി പരിഹസിച്ചു. ഗവർണറെ തിരിച്ചു വിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും യെച്ചൂരി പറഞ്ഞു. അതേസമയം ഗവർണറുടെ CRPF സുരക്ഷാ ക്രമീകരണത്തിൽ അന്തിമ ധാരണയായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. Present governor of Kerala is unfit for his post. Now he has been overstepping the boundaries of constantly and regular political attacks against the government targeting the chief minister. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായ അതിക്രമത്തിന് മുതിരുന്നു. ഗവർണറുടെ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ സമാധാനപരമായും ജനാധിപത്യപരമായുമാണ് പ്രതിഷേധിച്ചതെന്ന് പറഞ്ഞ യെച്ചൂരി ഗവർണർ നടുറോഡിൽ കുത്തിയിരുന്നതിനെ പരിഹസിച്ചു. ഗവർണറെ തിരിച്ചു വിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സീതാറാം യെച്ചൂരി. The governor is sitting on the road. I was about to ask whether the Raj Bhavan was being renovated, so I had to try to find some place to stay somewhere. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായ അതിക്രമത്തിന് മുതിരുന്നു. ഗവർണറുടെ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ സമാധാനപരമായും ജനാധിപത്യപരമായും. അതേസമയം ഗവർണറുടെ CRPF സുരക്ഷാ ക്രമീകരണത്തിൽ അന്തിമ ധാരണയായി. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ CRPF നിർവഹിക്കും. രാജ്ഭവന്റെ അകത്തും CRPF സുരക്ഷയൊരുക്കും. പ്രവേശന കവാടത്തിൽ പോലീസിനായിരിക്കും സുരക്ഷാ ചുമതല. സംസ്ഥാന പോലീസാകും യാത്രാ റൂട്ട് തീരുമാനിക്കുക. വാഹന വ്യൂഹത്തിൽ CRPF സാന്നിധ്യവും ഉറപ്പാക്കും. 24 തിരുവനന്തപുരം. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച 12 SFI പ്രവർത്തകർക്കും ജാമ്യം. ഗവർണറെ SFI പ്രവർത്തകർ ആക്രമിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന IPC 124 വകുപ്പ് കേസിൽ നിലനിൽക്കില്ലെന്നും റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച SFI പ്രവർത്തകരുടെ അടുത്തേക്ക് വാഹനം നിർത്തി ഗവർണറാണ് വന്നതെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പ്രതിഷേധ ദൃശ്യങ്ങളും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച MM മണി. ഗവർണർ മോദിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. ഗവർണർ അദ്ദേഹത്തിന്റെ വർഗ സ്വഭാവം കാണിച്ചു. ഗവർണറുടെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ചെയ്തികൾ മനസ്സിലാകുമെന്നും MM മണി പറഞ്ഞു. കേരള ഗവർണർ കേരള ജനതയോട് ഏറ്റവും വലിയ അപമാനമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം ഒരു മിനിറ്റ് തികച്ച് പ്രസംഗിക്കാതെ വഴിപാട് കഴിക്കുന്ന പോലെ കഴിച്ചു. RSS ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തിന് ഗവർണർ പദവി കിട്ടണമെങ്കിൽ അത് വീണ്ടും തുടർന്നു പോകാനുള്ള പണിയെത്തിയാ പുള്ളി ചെയ്യുന്നത്. നരേന്ദ്രമോദി ഭരിക്കുന്നിടത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ വെച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഗവർണർ ഇവിടെ വിടുപണി ചെയ്യുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പരിപാടിക്കെതിരെ RSS പ്രതിഷേധം. കണ്ണൂർ നടുവിൽ നടന്ന ഗാന്ധി അനുസ്മരണ പരിപാടിക്കിടെയാണ് തർക്കം. യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. RSS BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് സജോ, എന്തായിരുന്നു ഈ RSS പ്രതിഷേധത്തിന് കാരണമായത്?
വിജയകുമാർ, കണ്ണൂരിലെ ഇരിക്കൂർ യൂത്ത് കോൺഗ്രസിന്റെ ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഗാന്ധി അനുസ്മരണ പരിപാടി ഹേ റാം എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ഇതിൽ പക്ഷേ ഈ പരിപാടിയിൽ നേതാക്കളുടെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ, അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ് ജോഷി കണ്ടത്തിലടക്കം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, പ്രാദേശിക തലത്തിലുള്ള നേതാക്കളൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. RSS പ്രതിഷേധം നടക്കുമ്പോൾ ജോഷി കണ്ടത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രസംഗത്തിലെ പരാമർശങ്ങൾ ഉൾപ്പെടെ പ്രകോപനപരമാണ് എന്നതാണ് RSSന്റെ നിലപാട്. അതായത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് RSS പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. അത് പ്രസംഗത്തിൽ മാത്രമല്ല, പോസ്റ്ററിലും പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഈ RSS പ്രവർത്തകരെ ആ ഘട്ടത്തിൽ പ്രകോപിതരാക്കിയത്. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന നടുവിലാണ് ഈ പരിപാടി നടന്നത്. ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടി നടന്നത് നടുവിൽ ടൗണിലാണ്. അവിടെ ഈ പരിപാടി നടക്കവേ ഒരു വിഭാഗം RSS പ്രവർത്തകർ സംഘടിച്ചു. പോസ്റ്ററിലും വലിയ രീതിയിൽ ഗാന്ധി വധത്തിന് കാരണക്കാർ RSS എന്ന മട്ടിലുള്ള പരാമർശങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അതോടുകൂടിയാണ് പ്രകോപനത്തിലേക്ക് വഴിമാറിയത്. പിന്നീട് RSS പ്രവർത്തകർ സംഘടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഈ പരിപാടിക്ക് നേരെ തിരിഞ്ഞ് എത്തുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഏതായാലും ഈ സംഘർഷ സാഹചര്യം മനസ്സിലാക്കിയ വലിയ പോലീസ് സന്നാഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസുകാരും സ്ഥലത്തേക്ക് എത്തി. പിന്നീട് സംഘർഷം ഒഴിവാക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ പരിപാടി അവസാനിപ്പിക്കില്ല എന്ന നിലപാട് യൂത്ത് കോൺഗ്രസും എടുത്തു. ഒപ്പം ഈ പ്രസംഗത്തിൽ ഇത്തരം പരാമർശങ്ങൾ തുടരും എന്ന നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക്, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. തൊട്ടു പിന്നാലെ പോലീസ്, വലിയ തോതിൽ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തെത്തി. 10ഓളം വരുന്ന RSS BJP പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. അവിടെ ഈ സംഘർഷ സാഹചര്യം സൃഷ്ടിച്ചതിന് അവർക്കെതിരെ കേസെടുക്കും എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന കാര്യം, തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറയാനാണ് ശ്രമിച്ചത്. ഈ പരിപാടി സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറാനാണ് RSS BJP പ്രവർത്തകർ ശ്രമിച്ചത് എന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗം. അതേസമയം അവിടെ പ്രതിഷേധിച്ചവർ എന്ന നിലയ്ക്ക് അവരുടെ ഭാഗമായി ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് വളരെ തെറ്റായ പ്രകോപനപരമായ പരാമർശങ്ങളും പോസ്റ്ററിൽ, അതായത് യൂത്ത് കോൺഗ്രസ് പരിപാടിയുടെ ഭാഗമായി അവിടെ പതിച്ചിരുന്ന പോസ്റ്ററിലുമൊക്കെ പ്രകോപനപരമായ തെറ്റായ പരാമർശങ്ങളാണ് ഉണ്ടായത്. അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്തത് എന്ന മട്ടിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വരുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് പറയുന്നത് തങ്ങൾ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ നിലപാട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. അതിലേക്ക് അതിക്രമിച്ച് കയറാനാണ് ഇവർ ശ്രമിച്ചതെന്ന വാദം. ഏതായാലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. RSS BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. ചെറിയ സംഘർഷാവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ പോലീസ് അവിടെ ഇടപെട്ടു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. മോദിയും പ്രതിപക്ഷവും നേർക്കുനേർ. ഭാരത് ജോഡോ ന്യായയാത്രയുടെ ബീഹാർ പര്യടനത്തിൽ ജാതി സെൻസസ് ഉയർത്തി രാഹുൽ ഗാന്ധി. രാജ്യത്താകെ എത്ര OBC-കാരുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കില്ലെന്ന്, ജാതി സെൻസസ് അനിവാര്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്ത് ജാതി സർവേ വേണമെന്ന ആവശ്യം ഉന്നയിച്ച നിതീഷ് കുമാർ സഖ്യം വിട്ടപ്പോൾ കുടുങ്ങിയെന്നും രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ബീഹാർ പര്യടനത്തിന് ശേഷം യാത്ര നാളെ ബംഗാളിലേക്ക് മടങ്ങിയെത്തും. ബീഹാറിലെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ അവസാന ദിനമായ ഇന്ന് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം. ജാതി സെൻസസ് ആയിരുന്നു മുഖ്യ വിഷയം. ദളിതരുടെയും OBC-കളുടെയും മറ്റുള്ളവരുടെയും കൃത്യമായ ജനസംഖ്യ നിർണ്ണയിക്കാൻ ജാതി സെൻസസ് അനിവാര്യമാണെന്ന് രാഹുൽ പൂർണിയയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. मैंने नीतीश जी से साफ कह दिया कि देखिए, आपको जाति जनगणना बिहार में करनी पड़ेगी, हम आपको छूट नहीं देंगे. और RJD ने, हमने ये काम नीतीश जी पर दबाव डाल के किया. ജാതി സെൻസസ് കാരണമാണ് നിതീഷ് കുമാർ സഖ്യം വിട്ടതെന്നും സാമൂഹ്യനീതിക്കായി ബീഹാറിലെ മഹാസഖ്യം പോരാടുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. നാളെ ബംഗാളിൽ മടങ്ങിയെത്തുന്ന യാത്രയ്ക്ക് വെല്ലുവിളികൾ ഏറെയാണ്. ബംഗാളിലെ മാൾഡയിലെ ഗസ്റ്റ് ഹൌസിൽ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ തൃണമൂലുമായി തുറന്ന പോരിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. പ്രതിപക്ഷ ഐക്യ സന്ദേശം നൽകാൻ ബംഗാളിലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. 24 ഡൽഹി. ബീഹാറിൽ NDA സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിനായി സമ്മർദ്ദം ശക്തമാക്കി BJP. 4 ദിവസത്തിനകം മന്ത്രിസഭാ വികസനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് RJD. റെയിൽവേ ജോലി തട്ടിപ്പ് കേസിൽ തേജസ്വി യാദവിനെ ED ചോദ്യം ചെയ്തു. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 12-ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജനവും സംബന്ധിച്ച തിരക്കിട്ട ചർച്ചയിലാണ് ബീഹാർ NDA.
ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിക്ക് ആഭ്യന്തര വകുപ്പ് നൽകണമെന്ന BJP ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ നിതീഷ് കുമാറിന് സമ്മതമല്ല. ആഭ്യന്തര വകുപ്പ് വിട്ടുവീഴ്ച ചെയ്താലും മറ്റ് സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകാൻ BJPയും തയ്യാറല്ല. നിതീഷിന് മേൽ കടുത്ത സമ്മർദ്ദമുയർത്താൻ ലക്ഷ്യമിട്ടാണ് സാമ്രാജ് ചൌധരിയെയും വിജയ്കുമാർ സിൻഹയെയും ഉപമുഖ്യമന്ത്രിമാരായി BJP നിശ്ചയിച്ചത് തന്നെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രചരണയാത്ര നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് RJD. അതേസമയം റെയിൽവേ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിന് പിന്നാലെ തേജസ്വി യാദവിനെയും ED ചോദ്യം ചെയ്യുകയാണ്. പട്നയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ദുർബലനായി തിരിച്ചെത്തിയ നിതീഷ് കുമാറിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കാനാണ് BJPയുടെ നീക്കം. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം നിലവിൽ ലക്ഷ്യം വെച്ചാണ് നിതീഷ് കുമാറിന്റെ നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ സഖ്യം മുന്നോട്ടു പോകൂ എന്ന കണക്കുകൂട്ടലിലാണ് അതേസമയം RJD. പട്നയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് മെയിൻപുരിയിൽ മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് 3 ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇന്ത്യ സഖ്യത്തിലുള്ള SP കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കുന്നതിന് മുൻപാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് 19 സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 11 സീറ്റ് നൽകാൻ SP തയ്യാറായിട്ടുണ്ട്. RLDയുമായി നേരത്തെ സമാജ്വാദി പാർട്ടി സീറ്റ് ധാരണയിലെത്തിയിരുന്നു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയം. 12-നെതിരെ 16 വോട്ടുകൾക്കാണ് BJPയുടെ മനോജ് കുമാർ സോങ്കർ വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നു എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ചണ്ഡീഗഡ് 35-അംഗ മുനിസിപ്പൽ കോർപ്പറേഷൻ. AAP കോൺഗ്രസ് സഖ്യത്തിന് 20 അംഗങ്ങൾ, BJPക്ക് 15. മേയർ, ഡെപ്യൂട്ടി മേയർ, സീനിയർ ഡെപ്യൂട്ടി മേയർ എന്നീ 3 ഇടങ്ങളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. 8 വോട്ടുകൾ അസാധുവായത് BJPക്ക് അനുകൂലമായി. 12-നെതിരെ 16 വോട്ടുകൾക്ക് BJPയുടെ മനോജ് കുമാർ സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സ് ഒഫീഷ്യോ അംഗമായ കിരൺ ഖേറിന്റെ വോട്ടും BJPക്കായിരുന്നു. AAPയുടെ കുൽദീപ് കുമാറിന് 12 വോട്ടുകൾ ലഭിച്ചു. ചണ്ഡീഗഡിൽ സംഭവിച്ചത് പകൽ വെളിച്ചത്തിലെ ചതിയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. മേയർ തെരഞ്ഞെടുപ്പിൽ BJP ഇത്രയും കളിക്കുമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏതറ്റം വരെയും പോകും. लोकतंत्र के लिए आज काला दिन है. जिस तरह से इन्होंने गुंडागर्दी करके सरेआम बेईमानी करके, और किस्मत से वो उनकी बेईमानी जो है वो वीडियो में कैप्चर हो गई. वो पूरा देश आज सोशल मीडिया के ऊपर और मीडिया के ऊपर देख रहा है कि किस तरह से इन्होंने वोटों की चोरी की है. വിഷയത്തിൽ ഇന്ത്യ മുന്നണി കോടതിയെയും സമീപിച്ചു. കൃത്രിമ വിജയമെന്നാണ് ആരോപണം. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഹർജി നാളെ പരിഗണിക്കും. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഛത്തീസ്ഗഡിൽ CRPFന് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ തിരിച്ചടിച്ച് സൈന്യം 6 മാവോയിസ്റ്റുകളെ വധിച്ചുവെന്ന് ബസ്തർ IGP സുന്ദർരാജ് പറഞ്ഞു. മാവോയിസ്റ്റ് ആക്രമണത്തിൽ 3 CRPF ജവാന്മാർക്ക് നേരത്തെ വീരമൃത്യു ഉണ്ടായിരുന്നു. R അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത്? ബസ്തർ IG അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൂടുതലായി? വിജയകുമാർ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ബസ്പൂർ സുബ മേഖലയിൽ ഇത്തരമൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതായത് CRPF സംഘത്തിന് നേരെയാണ് അപ്രതീക്ഷിതമായിട്ട് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. ഈ മേഖലയിൽ മാവോയിസ്റ്റുകൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഏറ്റുമുട്ടൽ. ഇതിൽ 3 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഏതാണ്ട് 14ഓളം സൈനികർക്ക് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ IG അറിയിച്ചത് പ്രകാരം ഈ പരിക്കേറ്റ സൈനികരെ ഹെലികോപ്റ്റർ മാർഗം റായ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നില ഗുരുതര നില തരണം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ IG അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റുകൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായിട്ട് 6 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്, വധിച്ചു എന്നുള്ളതാണ് CRPF ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ തെരച്ചിൽ വീണ്ടും തുടരുകയാണ്. ഈ സമീപകാലത്ത് ഇത് അടുത്തടുത്തായിട്ടാണ് ഈ CRPFന് നേരെ ആക്രമണം ഉണ്ടായത്. ഇതിനു മുൻപ് CRPFന്റെ പെട്രോളിയം വാഹനം തകർക്കുന്നതിനുള്ള ഒരു ശ്രമം മാവോയിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് IED സ്ഥാപിച്ചിരുന്നു. പക്ഷേ സൈന്യം ഇത് കണ്ടെത്തി അന്ന് നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ CRPF ജവാന്മാർക്ക് നേരെയുള്ള ഈ ആക്രമണം. 6 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നാണ് ബസ്തർ IGP സുന്ദർരാജ് അറിയിച്ചത്. മാവോയിസ്റ്റ് ആക്രമണത്തിൽ 3 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. അതിന് സേന മറുപടി നൽകുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. R അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.
കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഉത്സവത്തിനിടെ ആന ഇടിഞ്ഞു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുനിയാറ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് സംഭവം. പുത്തൂർ ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിന് മുന്നിലെ പന്തൽ ആന തകർത്തു. ആ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, ഈ ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞോ? പുത്തൂർ ഗജേന്ദ്രൻ എന്ന ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഈ ആന ഇടഞ്ഞത്. രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. എഴുന്നള്ളിപ്പിന് ശേഷം ആനയുടെ ദേഹത്തുണ്ടായിരുന്ന ചമയങ്ങൾ അഴിക്കുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന ഉത്സവ പന്തൽ ആന കുത്തിമറിച്ചിട്ടു. ആന ഇടയുന്നത് കണ്ട് ആളുകൾ ഭയന്നോടുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ആന അധികം അക്രമമൊന്നും കാണിക്കുന്നതിന് മുമ്പേ തന്നെ പാപ്പാന്മാർ ക്ഷേത്ര വളപ്പിലുള്ള ഒരു മരത്തിൽ ആനയെ തളച്ചു. മതിലകം പോലീസ് ഈ സ്ഥലത്തുണ്ടായിരുന്നു. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആനയെ തളച്ചു എന്നാണ് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരാശ്വാസം കൂടിയുണ്ട്. PC താമരക്കുമ്പിളിൽ PC ജോർജും കേരള ജനപക്ഷവും BJPയിലേക്ക് അംഗത്വം സ്വീകരിച്ച് BJPക്കൊപ്പം ചേരുമെന്ന് PC ജോർജ് തുറന്നു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് BJP ആണെന്നും PC ജോർജ് വ്യക്തമാക്കി. PC ജോർജിന്റെ BJP പ്രവേശനത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്ന് K സുരേന്ദ്രൻ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കത്തിനാണ് PC ജോർജും കേരള ജനപക്ഷവും തയ്യാറെടുക്കുന്നത്. NDAയുടെ ഘടകകക്ഷിയാകാനുള്ള നീക്കം വിജയിക്കാതെ വന്നതോടെയാണ് അംഗത്വം സ്വീകരിച്ച് BJPയിൽ ചേരാനുള്ള പുതിയ നീക്കം. തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതെന്ന് PC ജോർജ്. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നത് BJPയോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. BJPയുടെ പോവുക എന്ന് പറയുമ്പം BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് PC ജോർജിന്റെ നീക്കമെന്നാണ് സൂചന. ദില്ലിയിലെത്തി PC ജോർജ് BJP നേതൃത്വത്തെ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം BJP തീരുമാനിക്കുമെന്ന് PC ജോർജ് പറഞ്ഞു. ഞാൻ ആരും ചർച്ചയിലേക്ക് പോയിട്ടില്ല. ദൈവം സാക്ഷിയാണ് പറയുന്നത്. എന്നെ വിശ്വസിച്ചോളൂ. രാജ്യസഭ എന്തിനാണ് രാജ്യസഭ ഉപയോഗിക്കുന്നതിൻ്റെ ഇലക്ഷൻ നിന്ന് വോട്ട് മേടിക്കുന്ന കാര്യം ആലോചിക്കുക, അല്ലാതെ രാജ്യസഭ വോട്ടിൻ്റെ കാര്യം. വോട്ട് മേടിക്കാൻ ഞാൻ ജയിച്ചോളാമല്ലോ, എനിക്ക് ധൈര്യമുണ്ട്. ഒരു അല്ല, ഇവിടെ വന്നിട്ട് എനിക്കറിയത് ഇന്നലെ വിളിച്ചു പറഞ്ഞത്. ഇന്ന് വരാൻ പറയും, വന്നു. ഇനി അവർ പറയുന്നതനുസരിച്ച് തീരുമാനം അത്രേ ഉള്ളൂ. PC ജോർജിന്റെ BJP പ്രവേശനത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വ്യക്തമാക്കി. PC ജോർജിന്റെ തീരുമാനം അവരുടെ പാർട്ടിക്കാര്യമാണെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. ക്രൈസ്തവ സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും PC ജോർജ് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് PC ജോർജ് BJPക്കൊപ്പം ചേർന്നേക്കാം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. മൂന്നാറിൽ അതിശൈത്യമാണ്. താപനില 0-ന് താഴെ എത്തി. ഈ വർഷം ആദ്യമായാണ് മൂന്നാർ ഇത്രയും മഞ്ഞണിയുന്നത്. ഒരൽപ്പം വൈകിയെങ്കിലും കിഴക്കിന്റെ കശ്മീരിലേക്ക് അതിശൈത്യമെത്തി. ഇടുക്കിയുടെ മിടിപ്പായി മാറുകയാണ് മൂന്നാർ. സാധാരണ ഡിസംബർ മാസത്തോടെയാണ് മീശപ്പുലിമലയിൽ മഞ്ഞു വീണ് തുടങ്ങുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ അത് ജനുവരിയിലേക്ക് മാറി. ആഗോളതലത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മൂന്നാറിനെയും പിടിച്ചുലച്ചിട്ടുണ്ട്. കുറച്ചു വൈകിയെങ്കിലും പച്ചപ്പ് വിരിച്ച തേയിലത്തോട്ടങ്ങളെ മഞ്ഞു പുതഞ്ഞത് കാണാൻ ഇനി സഞ്ചാരികൾക്ക് വരാം. നിങ്ങൾക്കായി വട്ടവടയും കണിമലയും ചൊക്കനാടുമെല്ലാം കാത്തിരിക്കുകയാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.